ആഹാരത്തിലൂടെ ഏതെല്ലാം പോഷക ഘടകങ്ങളാണ് ശരീരത്തിന് ലഭിക്കുന്നത്? വാട്ട് ന്യൂട്രിയൻസ് ഡസ് ദ ബോഡി ഗെറ്റ് ത്രൂ ഫുഡ്? ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. ധാന്യകത്തിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? Which element is not present in carbohydrates? Option A carbon, option B nitrogen, option C hydrogen, option D oxygen. ഇതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി നൈട്രജൻ ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ ഉപയോഗിച്ചാണ് കാർബോഹൈഡ്രേറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ധാന്യകത്തിന്റെ ധർമ്മം എന്ത്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്? ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുക. ടു പ്രൊവൈഡ് നീഡഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി സെല്ലുലോസ്, ഓപ്ഷൻ സി പഞ്ചസാര, ഓപ്ഷൻ ഡി പ്രോട്ടീൻ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി പ്രോട്ടീൻ ആണ്. ബാക്കി മൂന്നെണ്ണവും ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഗ്ലൂക്കോസ്, സെല്ലുലോസ്, പഞ്ചസാര എന്നിവയെല്ലാം ധാന്യകങ്ങളാണ്. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്? അന്നജം അഥവാ സ്റ്റാർച്ച്, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇവയെല്ലാമാണ് ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ. ധാന്യകത്തിൻ്റെ ജലത്തിൽ ലയിക്കുന്ന രൂപങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ വാട്ടർ സോല്യുബിൾ ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്? പഞ്ചസാരയും ഗ്ലൂക്കോസുമാണ് വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ധാന്യകങ്ങൾ. അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഫുഡ്സ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും അഥവാ സെറീൽസ് ആൻഡ് ട്യൂബേഴ്സ് ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ദിവസത്തേക്ക് അരിഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പകരമായി ഉൾപ്പെടുത്തുക? വിച്ച് among the following food items will you include in your diet if you avoid rice for a day? ഓപ്ഷൻ എ മുട്ട, ഓപ്ഷൻ ബി വാഴപ്പഴം, ഓപ്ഷൻ സി മരച്ചീനി, ഓപ്ഷൻ ഡി പാൽ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മരച്ചീനിയാണ്. മരച്ചീനിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ അത് അരിക്ക് പകരമാവും. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ഫുഡ്. അയോഡിൻ ടെസ്റ്റ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്നജം അയോഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം. കളർ ഫോംഡ് വെൻ സ്റ്റാർച്ച് റിയാക്ട്സ് വിത്ത് അയോഡിൻ സൊല്യൂഷൻ. ഇരുണ്ട നീല നിറം അഥവാ ഡാർക്ക് ബ്ലൂ കളറാണ് ഈ ടെസ്റ്റിൽ കാണുന്നത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? Which is the main food component that helps in body building and growth? പ്രോട്ടീൻ. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ആഹാര ഘടകം. എ ഫുഡ് കോമ്പണന്റ് ദാറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ അഭാവത്തിൽ പ്രോട്ടീനിൽ നിന്നും ഊർജം സ്വീകരിക്കും. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം? Which are the elements contained in protein? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ,
കൂടാതെ സൾഫർ. ഒരു ദിവസം ഒരാൾക്ക് അയാളുടെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീനിന്റെ അളവ് എത്രയാണ്? ഹൗ മച്ച് പ്രോട്ടീൻ ഷുഡ് എ പേഴ്സൺ ഗെറ്റ് ഫ്രം ഹിസ് ഡയറ്റ് ഇൻ എ ഡേ? ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന നിലയിൽ, ആസ് 1 gram per kilogram according to the body weight. പ്രോട്ടീനിന്റെ അളവിൽ വരുന്ന എന്ത് വ്യത്യാസമാണ് വളർച്ച മുരടിക്കലിന് കാരണമാകുന്നത്? വാട്ട് ചേഞ്ചസ് ഇൻ ദ പ്രോട്ടീൻ ലെവൽ ലീഡ്സ് ടു ഗ്രോത്ത് റിട്ടാർഡേഷൻ? പ്രോട്ടീനിന്റെ അഭാവം അല്ലെങ്കിൽ കുറവ്, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ will leads to growth retardation. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം, എ ഡിസീസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് പ്രോട്ടീൻ. ഓപ്ഷൻ എ ക്വഷിയോർക്കർ, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി റിക്കറ്റ്സ്, ഓപ്ഷൻ ഡി അനീമിയ. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ എ ക്വഷിയോർക്കർ. സ്കർവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലവും, റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലവും, അനീമിയ ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവ് വരുമ്പോഴും ഉണ്ടാവുന്ന രോഗങ്ങളാണ്. ക്വാഷിയോർക്കർ ബാധിച്ച ഒരാളുടെ ശരീരം എങ്ങനെയായിരിക്കും? ഹൗ ഈസ് ദ ബോഡി ഓഫ് എ പേഴ്സൺ അഫക്റ്റഡ് ബൈ ക്വാഷിയോർക്കർ? ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. ദ ബോഡി വിൽ ബി വീക്ക് and with a protruded belly. പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാനായി ഉപയോഗപ്പെടുത്തുന്ന രാസവസ്തു, എ കെമിക്കൽ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ഓപ്ഷൻ എ അയോഡിൻ, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. ഇതിന് ശരിയായ ആൻസർ ഓപ്ഷൻ സി. പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാനായി എടുത്ത കോഴിമുട്ടയുടെ വെള്ളക്കരിവിലേക്ക് കോപ്പർ സൾഫേറ്റ് ലായനി ചേർത്താൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ ലായനിക്ക് എന്ത് നിറമാണ് ഉണ്ടാവുക? If copper sulfate solution is added to the egg white taken to detect the presence of protein, what color is the solution if it contains protein? പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിന് വയലറ്റ് കളറാവും. നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ അവർ ബോഡി ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. ഓപ്ഷൻ എ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി വിറ്റാമിനുകൾ, ഓപ്ഷൻ ഡി കൊഴുപ്പ് അഥവാ ഫാറ്റ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹൈ ഫാറ്റ് ഡയറ്റ്? ഓപ്ഷൻ എ അരി, റൈസ്, ഓപ്ഷൻ ബി പച്ചക്കറികൾ, ഓപ്ഷൻ സി പഴങ്ങൾ, ഓപ്ഷൻ ഡി മാംസം. മാംസത്തിലാണ് കൊഴുപ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നത്. കൊഴുപ്പടങ്ങിയ ആഹാര വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ. എക്സാമ്പിൾസ് ഓഫ് ഫാറ്റി ഫുഡ്സ്: പാല്, പാലുൽപ്പന്നങ്ങൾ, മാംസം, മത്സ്യം, മുട്ട, വിവിധതരം പരിപ്പുകൾ. മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ്, മീറ്റ്, ഫിഷ്, എഗ്. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? വാട്ട് ഈസ് ദ നീഡ് ടു ഇൻക്ലൂഡ് ഫാറ്റ് ഇൻ ദ ഡയറ്റ്? ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ കൊഴുപ്പ് കൂടിയേ തീരൂ. Some vitamins are soluble in fat only. So in order to have that vitamins, പ്രായപൂർത്തിയായ ഒരാളുടെ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട നോർമൽ കൊളസ്ട്രോൾ ലെവൽ എത്രയാണ്? വാട്ട് ഈസ് ദ നോർമൽ കൊളസ്ട്രോൾ ലെവൽ ഇൻ ദ ബ്ലഡ് ഓഫ് an adult? It is up to 200 milligram per deciliter. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്യുന്നത്?
The Medical Research Council of India recommends how many grams of vegetables an adult Indian should consume. 295 ഗ്രാം വെജിറ്റബിൾ ഒരു ദിവസം കഴിക്കണം. അതായത് 295 gram of vegetables per day. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് പ്രധാനമായും ബാധിക്കപ്പെടുന്ന അവയവങ്ങൾ ഏതെല്ലാം? Which organs are mainly affected by high cholesterol level in the blood? ഹൃദയത്തെയും മസ്തിഷ്കത്തെയുമാണ് കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുന്നത് വളരെ പെട്ടെന്ന് ദോഷകരമായി ബാധിക്കുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ കണക്ക് പ്രകാരം അപകട സാധ്യതയായി കണക്കാക്കപ്പെടുന്ന കൊളസ്ട്രോൾ ലെവൽ എത്രയാണ്? How much is the cholesterol level which is considered as a risk factor according to the American Heart Association? 240 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതൽ അളവ് ഉയർന്ന അപകട സാധ്യതയായി കണക്കാക്കപ്പെടുന്നു. രക്തത്തിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന തരം കൊളസ്ട്രോളുകൾ ഏതെല്ലാം? What are the two main types of cholesterol found in the blood? LDL കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. രണ്ടാമത്തേത് HDL കൊളസ്ട്രോൾ അഥവാ നല്ല കൊളസ്ട്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. ഇതുകൂടാതെ ട്രൈഗ്ലിസറൈഡുകളും രക്തത്തിൽ കാണപ്പെടുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാം? What are the chemicals used to detect the presence of protein in foods? കോപ്പർ സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്.